അതെ അതെ, കാശ്മീർ മാത്രമല്ല നോർത്ത് ഇന്ത്യ മൊത്തം ഞങ്ങളൊന്ന് ചുറ്റിയടിച്ചു. അതായത് 25 ദിവസത്തെ ടൂർ പാക്കേജ് അല്ലായിരുന്നോ? സുഷമയുടെ ഒരു ആഗ്രഹമായിരുന്നു പെൻഷൻ ആകുമ്പോൾ നാട് മുഴുവൻ ഒന്ന് ചുറ്റണമെന്ന്. എന്തായാലും അത് സാധിച്ചു കൊടുത്തു. ശരി ശരി, ഞാൻ വിളിക്കാം. ഗോവിന്ദജി നല്ല മൂഡിലാണല്ലോ. ആരോടോ ഇത്ര സന്തോഷത്തിൽ? പഴയ ഒരു ഫ്രണ്ടാണ്, ക്രൈംബ്രാഞ്ചിലായിരുന്നു. അല്ല, സുരേന്ദ്രനെ നീ അറിയുമല്ലോ. അവന്റെ വീടിന്റെ പാലുകാച്ചലിന് നമ്മൾ ഒന്നിച്ചല്ലേ പോയത്? പട്ടിത്താനത്ത് നീ ഓർക്കുന്നില്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. എന്റെ FB-യിലെ ഫോട്ടോ കണ്ടിട്ട് എന്നെ വിളിച്ചത്. ഫ്രണ്ട്സിനൊക്കെ അസൂയായി അല്ലേ? അടുത്ത ജൂണില് എനിക്ക് 60 തകി. ഇനിയിപ്പോ എന്തോന്ന് നോക്കാനാ സുഷമേ? ഉള്ള കാലം നമുക്ക് അടിച്ചു പൊളിക്കാവടി. എന്തൊരു കവർപ്പാടി ഇത്! ഇതെന്താ കയ്പയ്ക്കോ? അയ്യോ, ഇത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളുടെ ദേഹത്തെ ചില ഒഴിയാബാധകൾ കൂടിയിട്ടില്ലേ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. അതിന് ഇതേ അവന്മാർക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ്. ഗോവിന്ദജി, മധുരം ജീവിതത്തിൽ മതി, ഭക്ഷണത്തിന് നോ നോ. ഇതാരാ ഡൽഹി പോലീസ്? നിങ്ങൾ ഫോൺ എടുത്ത് കാര്യം തിരക്കും മനുഷ്യ. ഹലോ, I am ശിവസുബ്രഹ്മണ്യം ഫ്രം ഡൽഹി പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. സർ. നിങ്ങളുടെ പേരെന്താണ്? ഗോവിന്ദജി, കയ്യാലപ്പുറത്ത് ഗോവിന്ദൻ. നിങ്ങളുടെ ആധാറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5028 എന്നല്ലേ? അതെ അതെ സർ. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണല്ലോ. ലുക്ക് മിസ്റ്റർ കയ്യാലപ്പുറം ഗോവിന്ദൻ, നിങ്ങളുടെ വീടിന്റെ സർവ്വ ഡീറ്റെയിൽസും ഞങ്ങൾ ട്രേസ് ചെയ്തു കഴിഞ്ഞു. സർ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളോട് സഹകരിച്ചാൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാം. അവർക്ക് ആള് തെറ്റിയെന്ന് പറ മനുഷ്യ. പാകിസ്ഥാൻ തീവ്ര സംഘടനയുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല സർ. അവരുടെ ഭാഷ പോലും എനിക്കറിയില്ല. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട മിസ്റ്റർ. എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. ഇന്ത്യ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പാക് ഭീകരന്റെ സഹോദരൻ നിങ്ങളുടെ പേരിലുള്ള സിം ആണ് ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് സർ ഞങ്ങൾ കാശ്മീരിലൊന്ന് കണ്ടത് തന്നെ. അതെ സർ, വിശ്വസിക്കണം. ഏതാണ് ആ സ്ത്രീ? എന്റെ വൈഫാണ് സർ. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, അവരോടൊന്ന് മാറി നിൽക്കാൻ പറയും. നിങ്ങളെ കണ്ടിട്ട് ഒരു തീവ്രവാദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആധാർ മിസ്യൂസ് ചെയ്യാനാണ് സാധ്യത. ആധാർ ഡീറ്റെയിൽസ് നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? കാശ്മീർ ട്രിപ്പില് ഹോട്ടലിൽ കൊടുത്തിട്ടുണ്ട് സർ. യെസ്, അതിന് തന്നെയാണ് കൂടുതൽ സാധ്യത. നിങ്ങൾ ഇപ്പോൾ മുതൽ ഡിജിറ്റൽ അറസ്റ്റിലാണ്. ഈ കോൾ കട്ട് ചെയ്യാതെ ഒരു മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിടുക. ഈ കാര്യങ്ങൾ പോലീസ് ഉൾപ്പെടെ മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കുക. മുറിയിൽ കയറുക, വാതിലടയ്ക്കുക. ഞാൻ ഉടൻ തന്നെ ലൈനിൽ വരാം. ശരി സർ. ചീഫുമായി സംസാരിച്ചു. നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഡൽഹി SIT ഓഫീസിൽ എത്തിച്ചേരണമെന്നാണ് സാറ് പറയുന്നത്. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ എത്താൻ പറ്റില്ല സർ. എങ്കിൽ കേസിന്റെ ഉറപ്പിന് വേണ്ടി 1 CR SITയുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. 1 CR എന്ന് പറഞ്ഞാൽ 1 കോടി. നിങ്ങൾക്കത് നിസാര തുകയല്ലേ? കേസ് കഴിയുമ്പോൾ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ശരി സർ. ഇപ്പോൾ തന്നെ അയക്കൂ. അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു മാന്യനാണെന്ന് മനസ്സിലായി. കേസിന്റെ തുടർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 1 CR കൂടി വേണ്ടി വരും. അത് ഞാൻ അറിയിക്കാം. താങ്ക് യു സർ. റെസിപ്റ്റ് അയച്ചിട്ടുണ്ട്. സർ ധൈര്യമായിട്ടിരിക്കൂ. SIT നിങ്ങളോടൊപ്പമുണ്ട്. അവര് വന്നിട്ടില്ലെന്നേ. അവരാണെന്ന് തോന്നുന്നു. വിളിക്കാം.
ഏത് മുറിയിലാ? അകത്ത്. ഗോവിന്ദ ഏത് മുറിയിലാ? ദേ, എടോ ഗോവിന്ദ്, ഇത് ഞാനാടോ രവി, തന്റെ ഫ്രണ്ട്, ബാങ്ക് മാനേജർ രവിശങ്കർ. സാർ വാതിൽ തുറക്ക് സാർ. നിങ്ങൾക്ക് എന്റെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരരുത് പ്ലീസ്. ഇനി എന്ത് ചെയ്യും? ജനൽ തുറക്കാവും നോക്കാം. എടോ ഇത് ചീറ്റിംഗ് ആടോ. സൈബർ തട്ടിപ്പുകാർ പല വേഷത്തിലും ഇറങ്ങും. താനും അവരുടെ കെണിയിൽ വീണതാ. സാർ, ഞാൻ പുതിയതായി ചാർജ് എടുത്ത ഹൗസ് ഓഫീസറാണ് ബാബു തോമസ്. സാറിന് ഞങ്ങളെ 100% വിശ്വസിക്കാം. പുറത്തിറങ്ങു മനുഷ്യ. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവം ഇല്ല സാർ. പേടിക്കണ്ട, പുറത്തിറങ്ങ്. താൻ അവർക്ക് ക്യാഷ് അയച്ചോ? അയച്ചു സാർ. 1 CR. മൈ ഗോഡ്, എത്ര സമയമായി? ഒരു 10 മിനിറ്റ് ആയി കാണും. ഗോവിന്ദജിയുടെ ക്യാഷ് ക്രെഡിറ്റ് ആയ അക്കൗണ്ടുകളെല്ലാം ഇമ്മീഡിയറ്റ് ആയി ഫ്രീസ് ചെയ്യുക. ഓക്കെ സാർ, ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഒരു കേസിലെയും പ്രതിയല്ല. പ്രത്യേകം അഭിനന്ദനം അറിയിക്കേണ്ട ഒരാളുണ്ട്. തക്ക സമയത്ത് ഞങ്ങളെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ച സുഷമ. ശരിയാണ്. ഒട്ടും പാനിക്കാവാതെ പോലീസിനെയും ബാങ്കിനെയും അറിയിച്ചതുകൊണ്ടാണ് രക്ഷിക്കാൻ പറ്റിയത്. നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ 10,000 ഇരയായി, കോടികൾ നഷ്ടമായി. പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സർക്കാർ ഏജൻസിയും ഫോൺ ചെയ്യില്ല. ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടുമോ സാർ? അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ഗോംജി, കേസിൽ നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാൻ ഇമ്മീഡിയറ്റ്ലി 1 CR അയച്ചു തരിക. ഞങ്ങൾ അയച്ചെന്നാൽ മതിയോടാ. അവന്റെ ഒരു ഡിജിറ്റൽ അറസ്റ്റ്. എന്റെ നല്ല ജീവൻ പോയി. എനിവേ, താങ്ക്സ് എല്ലാവർക്കും. ഇനിയെങ്കിലും ഇതേപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ നോക്കുക. അവനവന്റെ അക്കൗണ്ട് വിവരങ്ങൾ മറ്റാർക്കും നൽകാതിരിക്കുക. ഓക്കെ ഓക്കെ സാർ. ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ ഇരുകഥ മുത്തശ്ശിക്കഥമാനം നിറയെ കഥ പറയാ, കഥ പറയാ. ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശിക്കഥമാനം നിറയെ കഥ പറയാ, കഥ പറയാ. ഒരുപോലിരുപോൽ വന്നത് നിന്നത്, ചടുക്കുട്ട് ചാടി മറിഞ്ഞത്, എല്ലാം എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം, എല്ലാം എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം. ഇനി ഈ കാലം മാറി, കഥ മാറി. ഇനി ഈ കാലം മാറി, കഥ മാറി.